നിങ്ങളും എന്നെപ്പോലെ ഗ്രിഡ് യൂസ് ചെയ്ത് വരക്കാൻ താല്പര്യമുള്ളവരാണോ? എന്നാവാ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്കൊരു പിക്ചറിലോട്ട് ഗ്രിഡ് ആഡ് ചെയ്യുമെങ്കിൽ അതിനൊരു ആപ്പ് വേണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രിഡ് ആർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഗാലറിയിൽ പോവാം, നമുക്ക് വേണ്ട റെഫറൻസ് എടുക്കാൻ 3D പോവാം. എന്നിട്ട് കസ്റ്റം ഗ്രിഡിൽ പോയിട്ട് നമ്മൾ വരക്കുന്ന പേപ്പറിൻ്റെ ഹൈറ്റും വിഡ്ത്തും മെഷർ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂസ് യൂണിറ്റ് എന്നുള്ളടത്ത് CM കൊടുക്കുക. ചൂസ് പേപ്പർ എന്നുള്ളടത്ത് A4 കൊടുത്തിട്ട് നമ്മുടെ പിക്ചർ ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്യുറേറ്റ് പേപ്പർ സൈസ് തന്നെയായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ പേപ്പറിൻ്റെ ലെങ്ത്തും വെഡ്ത്തും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ കിട്ടുന്ന നമ്പർ കസ്റ്റം ഗ്രിഡിൻ്റെ മുകളിലായിട്ട് നോൺ ഗ്രിഡ് ഉണ്ട്, അതിനകത്തൊന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഡ്രോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രിഡ് ഇവിടെ സെറ്റായി. 3D പോയിട്ട് എക്സ് മാർക്ക് കൂടെ ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇട്ടിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടെ ഒന്ന് കുറച്ച് കൊടുക്കുക. അതെന്നെ ഗ്രിഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഗ്രിഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഡാർക്കറായിട്ടുള്ള പെൻസിൽ എടുക്കരുത്. ലൈറ്റ് ഷെയ്ഡ്സ് ഉള്ള മെക്കാനിക്കൽ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോഴായാലും ഡാർക്കായിട്ട് ഒരിക്കലും വരക്കരുത്. ഡാർക്കായിട്ട് വരച്ചാൽ പിന്നെ മാച്ച് കളയാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യണം, നമ്മുടെ പേപ്പറിൻ്റെ ഹൈറ്റും വെഡ്ത്തും ഒന്ന് മെഷർ ചെയ്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ എത്ര ബോക്സ് നമ്മുടെ ഗ്രിഡിനുള്ളിൽ നിന്ന് വരെ ഒന്ന് അറിയാൻ പറ്റും. എന്നിട്ട് പേപ്പർ എടുക്കുക, സ്കെയിൽ എടുത്ത് പേപ്പറിൻ്റെ സൈഡിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇതുപോലെ 4 സൈഡും മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ബോക്സിൻ്റെയും സൈഡ് ടു സൈഡ് കണക്റ്റ് ആവുന്ന രീതിക്കും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രിഡ് നമ്പേഴ്സ് കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് വരക്കണ കാര്യത്തിലൂടെ എടുക്കാം. അത് തന്നെ നിങ്ങൾ വരക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ നിങ്ങൾ ആദ്യം നോക്കണം. ഒന്നില്ലെങ്കിൽ അത് HP പെൻസിലായിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് മെക്കാനിക്കൽ പെൻസിലായിരിക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പെൻസിലാണ്. അപ്പോൾ നമ്മുടെ റെഫറൻസിലാകുമ്പോൾ ആദ്യം തന്നെ വരക്കാൻ പോകുന്ന കണ്ണുകളാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് കണ്ണ് ഏത് ബോക്സിലാണ് വന്നേക്കണതാണ്. ബോക്സ് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാറിപ്പോണ്ടിക്കാനായിട്ട് ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വരക്കാം. വരക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ബോക്സ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ണും മാത്രം മതി. ഇനി നിങ്ങൾക്ക് റെഫറൻസിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഓരോ ബോക്സിലും ഓരോരോ ഷേപ്സ് കാണാം. നമ്മൾ മെയിനായിട്ട് ആ ഷേപ്സ് നോക്കി വെച്ചാണ് വരക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരക്കുമ്പോൾ കറക്റ്റായിട്ട് ലൈൻസ് എവിടെയാണ് വരണതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ പിക്ചറും ഗ്രിഡും കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ലൈൻ തന്നെ കൊടുത്ത് ഇതേപോലെ ഡോട്ട് ഇട്ടതും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിരുന്നത്, ഒന്ന് ജസ്റ്റ് ഗ്രിഡ് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു മൈൻഡിൽ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും വരും ഈ ലൈൻ അപ്പുറമല്ലേ, അല്ലെങ്കിൽ ഈ ബോക്സിൽ തന്നെയാണ് ഇത്, അങ്ങനത്തെ കുറേ കൺഫ്യൂഷനും കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്രിഡ് നോക്കിയിട്ട് തന്നെ വരക്കുക, അല്ലാതെ വരച്ചാൽ നിങ്ങളുടെ എന്തായാലും തെറ്റിപ്പോകും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ ആർട്ട് സ്കിൽ ഇമ്പ്രൂവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. പിന്നെ നിങ്ങളുടെ വരക്കണ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാനും മറക്കണ്ട.